Hi everybody, welcome to my show, Learn English. Light at the end of the tunnel. Light at the end of the tunnel. ടണലിൻ്റെ അവസാനം ലൈറ്റ്. What is it exactly? Where we use this usage or this particular phrase? In life, difficult situation comes. Do not think that all the time you will be living in the difficult condition only, a difficult situation only. After all, there will be some light at the end of the tunnel. Means, കുറേ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും നിലയ്ക്ക് ഒരു വഴി തുറക്കപ്പെടുകയും പുതിയൊരു ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. Means hope. End of that there is light at the end of the tunnel means it gives hope that there will be a new lease of life. Yes. Today, based on this, I want to tell the story of some migratory birds. So, ഈ പ്രയോഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്നൊരു ചെറിയ കഥ, അത് ഈ ദേശാടന പക്ഷികളെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ. Some migratory birds were flying over the sky. A flock of birds, migratory birds, they were flying from one island to another island. They were flying over the sea. They were flying over the sea. And after some time, flying, after some time, one of the bird, കുറേ ദേശാടന പക്ഷികൾ കടലിൻ മേലെ കൂടി ഇങ്ങനെ പറക്കുകയായിരുന്നു. അവർ ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് കടലിൻ്റെ മേലെ കൂടി ഇങ്ങനെ പറന്ന് നീങ്ങുകയായിരുന്നു. Suddenly, after some time, one of the bird started feeling so much pain on its wings. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പക്ഷിക്ക് അതിൻ്റെ വിങ്സിൽ ഒത്തിരി വേദന എടുക്കാൻ തുടങ്ങി. ആൻഡ് they were in the middle of the sea. ആ കടലിന് മധ്യത്തിലാണ് അവർ. This bird tries to flutter its wings desperately. ഈ പാവം പക്ഷി അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ അടിക്കാനായിട്ട് മാക്സിമം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഡെസ്പെറേറ്റ് മീൻസ് വളരെയധികം കഷ്ടപ്പെടുകയാണ് എങ്ങനെയും ഇത് പറക്കാനായി. ബട്ട് ഇറ്റ് വാസ് അൺഏബിൾ ടു ഫ്ലൈ എനിമോർ. അതിന് പറക്കാൻ കഴിയുന്നില്ല. ഇറ്റ് റിയലൈസ്ഡ് it is going to fall down. It realized it is going to fall down. വീഴാൻ പോവുകയാണ്. It is looking down. The bird looking down, what it could see, only the blue water. താഴേക്ക് നോക്കിയപ്പോൾ ആ പക്ഷിക്ക് കാണാൻ കഴിഞ്ഞത് നീല വെള്ളം മാത്രം, നീണ്ടു കിടക്കുന്ന കടലിലെ നീല വെള്ളം മാത്രം. It was eagerly looking for a branch of a tree floating in the water or a wooden plank floating in the water. അതിങ്ങനെ ഡെസ്പെറേറ്റ്ലി ഇങ്ങനെ ആകെ ഇത് നോക്കുകയാണ്. ഈ കടലിൽ എവിടെയെങ്കിലും ഒരു മരച്ചില്ലയോ അല്ലെങ്കിൽ ഒരു പലകയോ ഇങ്ങനെ ഫ്ലോട്ടിങ് ദർ ഇങ്ങനെ പൊന്തി കിടക്കുന്നത്. ഇറ്റ് വാസ് ഡെസ്പെറേറ്റ്ലി ട്രൈങ് ടു സീ എനി ബ്രാഞ്ച് ഓഫ് എ ട്രീ ഓർ എ വുഡൻ പ്ലാങ്ക് ഫ്ലോട്ടിങ് ഇൻ ദ വാട്ടർ. വെള്ളത്തിലിങ്ങനെ പൊങ്ങി നടക്കുക. Unfortunately, നിർഭാഗ്യവശാൽ, there was no any branch of tree, there was no any wooden plank, there was no any rock. അവിടെ ഒരു പാറയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. If there were അവിടെ, if there was a rock, it could have easily go down and perch on it.
അവിടെ റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിന് താഴേക്ക് പോയി അതിന് മേലെ ഇരിക്കാമായിരുന്നു. ഇഫ് ദർ വാസ് എ വുഡൻ പ്ലാങ്ക്, ഇറ്റ് കുഡ് ഹാവ് ഈസിലി സിറ്റ് ഓൺ ദാറ്റ്. പക്ഷേ അവിടെ ഒരു മരപ്പലകയോ ഒരു മരച്ചില്ലയോ ഒരു പാറയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവസാനം ലീവിങ് ഓൾ ഹോപ്സ്, എല്ലാ അപ്രതീക്ഷകളും, when it lost all hope of living or flying, when it lost all its hopes, ആ പാവം പക്ഷിക്ക് അതിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായപ്പോൾ, when it was unable to fly anymore, പറക്കാൻ കഴിയാതെ വന്നപ്പോൾ, it lost, അവസാനം last, what happens? That bird is falling. Without able to fly anymore, the bird falls into the water. കൂടുതൽ പറക്കാൻ കഴിയാതെ ആ പാവം പക്ഷി, the poor bird, ആ പാവം പക്ഷി വെള്ളത്തിലേക്ക് വീണു. It started sinking. ആ പക്ഷി ഇങ്ങനെ വെള്ളത്തിൽ താന്ന് തുടങ്ങി. All of a sudden, it felt something was under it. All of a sudden, the bird felt, അതിന് തോന്നി എന്തോ ഒരു സാധനം അതിൻ്റെ താഴെ വന്നിരിക്കുന്നു. Now the bird was coming up and up. Now ആ ബേർഡ് ഇങ്ങനെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് കെയിം ഓൺ ദ സർഫേസ് ഓഫ് ദ വാട്ടർ. ആ വെള്ളത്തിൻ്റെ മുകളിൽ ആ ബേർഡ് എത്തി, ആ പക്ഷി എത്തി. ഇറ്റ് റിയലൈസ് സം ബിഗ് ക്രീച്ചർ വാസ് അണ്ടർ ഇറ്റ്. ഏതൊരു വലിയ ജീവി അതിന് താഴെയുണ്ട്, ആ ജീവിയുടെ മേലെയാണ് അത് ഇരിക്കുന്നതെന്ന്. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്? When this bird was finding it very difficult to fly anymore, the bird, ഒന്നും പറക്കാൻ കഴിയാത്ത ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ, ആ ബേർഡ് വീഴുന്നത് കണ്ടപ്പോൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് there was a blue whale which was noticing, observing what was happening to this bird. ആ ബേർഡിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നീലത്തിമിംഗലം കാണുന്നുണ്ടായിരുന്നു. That's why when the bird went under the water, ആ വെള്ളത്തിനടിയിൽ പോയപ്പോൾ, it came under this bird and lifted its body, അതിൻ്റെ ബോഡി ഉയർത്തി. So that what happened? അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? ഈ ബേർഡ് വെള്ളത്തിന് മേലേക്ക് വന്നു. Now the breeze started blowing. ഇങ്ങനെ മന്ദമാരുതൻ ഇങ്ങനെ വീശാൻ തുടങ്ങി. ഈ കിളിയുടെ all the water on the body of this bird dried up. ആ പക്ഷിയുടെ മേലെ ഉണ്ടായിരുന്ന എല്ലാ വെള്ളവും അതിങ്ങനെ ഡ്രൈ ചെയ്ത് ഉണങ്ങി വരണ്ടു. Now the bird started to flutter its wing. Now the bird, ആ പക്ഷി അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. Now it could do it very easily. There was no pain at all. അതിനിപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ ഫ്ലട്ടർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന് ഒരു വേദനയും, ആ പക്ഷിക്ക്, പാവം പക്ഷിക്ക് ഒരു വേദനയും ഇപ്പോൾ തോന്നുന്നുണ്ടായിരുന്നില്ല. It realized this blue whale saved its life. ഈ ബേർഡിന് മനസ്സിലായി അതിൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ ബ്ലൂ വെയിലാണ്, ഈ നീലത്തിമിംഗലമാണ്. And it wanted to show its gratitude towards this blue whale. ഈ ബ്ലൂ വെയിലിനോട് അതിൻ്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദി, ഷീ വാണ്ടഡ് ടു താങ്ക് ദ ബ്ലൂ വെയിൽ. ഈ പക്ഷി അതിനെ ഈ നീലത്തിമിംഗലത്തെ നന്ദി അറിയിക്കണമെന്ന് ആഗ്രഹിച്ചു. It started scratching on the body of this blue whale with its claws. അതിൻ്റെ ആ കാല്, ടൈനി ക്ലോസ്,
പക്ഷിയുടെ കാല് വെച്ച് ആ ദഗങ്ങൾ വെച്ച് ഇറ്റ് സ്റ്റാർട്ടഡ് ടു സ്ക്രാച്ച് ഓൺ ദ ബോഡി ഓഫ് ദ ബ്ലൂ വെയിൽ. ആ നീലത്തിമിങ്ങലിൻ്റെ പുറത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ സ്ക്രാച്ച് ചെയ്യാൻ മാന്താൻ തുടങ്ങി. ദ ബ്ലൂ വെയിൽ റിയലൈസ്ഡ്, ബ്ലൂ വെയിലിന് മനസ്സിലായി ദിസ് ബേർഡ് വാസ് ഷോവിങ് ഇറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ബേർഡ് അതിൻ്റെ നന്ദിയാണ് അറിയിക്കുന്നത്. ദ ബേർഡ് വാസ് ഷോവിങ് ഇറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ദ ബ്ലൂ വെയിൽ ഹാഡ് ഗൂസ് ബംസ് when it realized that this tiny bird was exhibiting its gratitude. The blue whale had goosebumps. എന്താ പറയുക, ആ ബ്ലൂ വെയിലിന് അത് ആ പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ, ഏത് ചെറിയ പക്ഷി അതിൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ ബ്ലൂ വെയിലിന് രോമാഞ്ചമുണ്ടായി എന്നാണ്, ഗൂസ് ബംസ്. ആഫ്റ്റർ ദാറ്റ് this bird goes up, അത് മേലേക്ക് പോകുന്നു. And then it started flying and circling this blue whale. എന്ത് ചെയ്തു, മേലേക്ക് പോയി ആ ബ്ലൂ വെയിലിനെ, ആ നീലത്തിമിംഗലത്തെ ചുറ്റിക്കൊണ്ട് ഇത്ര ഉയരത്തിൽ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം ഇറ്റ് ഫ്ലൂ ടുവേർഡ്സ് ദ ഐലൻഡ്. അതിനുശേഷം എന്ത് ചെയ്തു, അത് ആ ഐലൻഡിൻ്റെ നേരെ പറന്നുപോയി. ഇറ്റ് റീച്ച്ഡ് ദ ഐലൻഡ്. ആ പക്ഷി ഐലൻഡിൽ എത്തിച്ചേർന്നു. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബേർഡ് ടു റീച്ച് ദാറ്റ് ഐലൻഡ്. ആ ഐലൻഡിൽ എത്താനുള്ള ആദ്യത്തെ പക്ഷി അതായിരുന്നു. ഈ മൈഗ്രേറ്ററി ബേർഡുകളിൽ ആദ്യമായി എത്തിയത് ഈ പക്ഷിയായിരുന്നു. വെൻ ഇറ്റ് റീച്ച്ഡ് ദേർ, ആ പക്ഷി അവിടെ ചെന്നപ്പോൾ, എത്തിയപ്പോൾ, there were lot of fruits, there were lot of things it can eat, feast on. മീൻസ് അവിടെ ഇഷ്ടം പോലെ പഴങ്ങളുണ്ടായിരുന്നു. പഴങ്ങൾ മാത്രമല്ല, മറ്റ് പല എന്തൊക്കെയാണ് ഒരു പക്ഷി ആഗ്രഹിക്കുന്നത് അത് മൊത്തം അവിടെ ഉണ്ടായിരുന്നു. ടു ഫീസ്റ്റ് ഓൺ, ഫീസ്റ്റിംഗ് ഓൺ മീൻസ് വെൻ യു ഗോ ഫോർ ഫീസ്റ്റ് മീൻസ് സദ്യ. അപ്പോൾ ഒരു ഫീസ്റ്റ് ഓൺ മീൻസ് വേണ്ട യു ആർ ഹാവിങ് എ സംച്വസ് മീൽ. സംച്വസ് മീൽ സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം എന്നൊക്കെ മലയാളത്തിൽ പറയും. സമൃദ്ധിയായിട്ടുള്ള ഇഷ്ടം പോലെ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഭക്ഷണം, അതിന് അങ്ങനെയുള്ളൊരു ഭക്ഷണം കഴിക്കുന്നത് പറയുന്നത് സംച്വസ് മീൽ. നോർമലി അത് എവിടെയാണ് ഉണ്ടാവുക, ഒരു സദ്യക്കാണ് ഏറ്റവും കൂടുതൽ അത്തരം എന്താ പറയുക ഈ കറികളും മറ്റും എല്ലാ സാധനവും ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് റെസ്റ്റിംഗ്. അത് കഴിച്ച് അത് റെസ്റ്റ് ചെയ്യായിരുന്നു. ദാറ്റ് ടൈം വൺ ബൈ വൺ ഓരോരുത്തരായി ഈ മറ്റ് മൈഗ്രേറ്ററി ബേർഡുകൾ എത്തിച്ചേരാൻ തുടങ്ങി. സ്റ്റോറി എൻഡ്സ്. At last, look, there is light at the end of the tunnel. The bird was thinking it was going to die. Bird എന്താ വിചാരിച്ചത്, അത് മരിക്കാൻ പോവാണെന്നാണ്. നമ്മളും വിചാരിച്ച ആ ബേർഡ് മരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. നമ്മളെപ്പോഴും ചിന്തിച്ചോ ഇങ്ങനൊരു നീലത്തിമിംഗലം അവിടെ ഉണ്ടായി അതിനെ രക്ഷിക്കുമെന്ന്? ഇവിടെ ആ ടണലിലെ എൻഡ് ഓഫ് ദ ടണൽ, did we ever think that the bird will survive? We were thinking the bird is going to die soon. But which was the light at the end of the tunnel? It was this blue whale in the form of blue whale. The blue whale was the light at the end of the tunnel. This is a lesson for all of us. നമുക്കെല്ലാവർക്കും ഉള്ളൊരു പാഠാണ്. ഇവിടെ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണലായി വന്നത് തിമിംഗലമായിരുന്നെങ്കിൽ പലപ്പോഴും പലരുടെ ജീവിതത്തിലും, എൻ്റെ ജീവിതത്തിലും ആരുടെ ജീവിതത്തിലും there will be eventualities. ഒത്തിരി പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഫെയിലിയർ ഇൻ ബിസിനസ്, ലൂസിങ് ജോബ് ഓർ ലൂസിങ് എനിത്തിങ് എൽസ്, എന്തൊക്കെയാണോ പലതും ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. കുറേ നാളേക്ക് നമ്മൾ കഷ്ടപ്പെടും. ഫോർ സം ടൈം ഫോർ എ ലോങ് ടൈം ആൾസോ വി വിൽ ബി സഫറിങ്. പക്ഷേ അത് എന്നും അതുപോലെ നിൽക്കുമോ? നോ. ഇന്നല്ലെങ്കിൽ നാളെ there will be light at the end of the tunnel.